പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തുടരും എന്ന ചിത്രം കേരളത്തിലെ ഏറ്റവും വലിയ ചിത്രമായി മാറിയ കഥ രാവിലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇത് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തുടരും എന്ന ചിത്രം 2018 എന്ന ചിത്രത്തിൻ്റെ കളക്ഷൻ റെക്കോർഡ് ഭേദിച്ച് 90 കോടിയിലേക്ക് അടുക്കുന്നു. മലയാളത്തിന് ആദ്യമായിട്ട് ഒരു സിനിമ 90 കോടി എത്തുന്നത് തുടരും എന്ന ചിത്രമാണ്. അപ്പോൾ എമ്പുരാന് സാധിക്കാത്ത കാര്യമാണ് തുടരും എന്ന ചിത്രം സാധിച്ചിരിക്കുന്നത്. എമ്പുരാൻ വലിയ ഹൈപ്പിൽ വന്ന ചിത്രമാണ്. തുടരും എന്ന ചിത്രത്തിന് വലിയ ഹൈപ്പ് കുറവാണ്. പക്ഷേ ഇതിൽ രണ്ടുമുള്ള ഏറ്റവും വലിയൊരു നേട്ടം എന്ന് പറയുന്നത് ലാലേട്ടൻ എന്ന് പറയുന്ന പവർ ബ്രാൻഡ് ഇതിനകത്ത് രണ്ടിനകത്ത് അഭിനയിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതുതന്നെയാണ് ഈ ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ വിജയത്തിന് കാരണമായത്. തുടരും നമ്മൾ രസകരമായി നോക്കി കാണുമ്പോൾ മനസ്സിലാകുന്നത് എമ്പുരാന് ഒരു വശത്തു നിന്ന് തകർത്തു തുടങ്ങിയ റെക്കോർഡുകൾ തകർക്കാൻ പറ്റാത്ത ഒരു റെക്കോർഡായിരുന്നു 2018 എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ റെക്കോർഡ്. അത് പുറകെ വന്ന തുടരും എന്ന ചിത്രം തകർത്ത് കളഞ്ഞു എന്നത് അതിന് കഴിയാത്തൊരു സാധനം. തുടരും എന്ന ചിത്രത്തിന് ആകപ്പാടെ ഒരു റെക്കോർഡേ ഉള്ളായിരുന്നു. മലയാള സിനിമയിൽ അവശേഷിച്ച ഒറ്റ ഒരു റെക്കോർഡേ ഉള്ളായിരുന്നു 2018 റെക്കോർഡ്. എമ്പുരാന് തകർക്കാൻ പറ്റിയില്ല. അത് തുടരും എന്ന ചിത്രം തകർത്ത് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ തുടരും എന്ന ചിത്രം മലയാളത്തിലെ ഏറ്റവും വലിയ ചിത്രമാകുന്ന പുറപ്പാടിൽ തന്നെയാണ്. ഇനി 100 കോടി കടക്കുമോ എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. 100% ഞാൻ ഉറപ്പായിട്ട് വിശ്വസിക്കുന്നു. അടുത്ത ആഴ്ച കൊണ്ട് ഇത് 100 കോടി കടക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഇന്നത്തെ കളക്ഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഇന്നലത്തെ കളക്ഷൻ വന്നു കഴിഞ്ഞപ്പം ഏകദേശം തുടരും എന്ന ചിത്രം നേടിയിരിക്കുന്നത് കേരളത്തിൽ നിന്ന് 86 കോടി 50 ലക്ഷമാണ്. ഇന്ന് ഏകദേശം 3.5 കോടിക്ക് മുകളിൽ, ചിലപ്പോൾ 4 കോടി വരെ എത്താം എന്ന് പറയുന്നു. ഇപ്പം തന്നെ 2.25 കോടി 3 കോടിക്ക് അടുത്ത് ഇപ്പം തന്നെ കളക്ഷൻ വന്നിട്ടുണ്ട്. അപ്പം ഒരു 4 കോടി റേഞ്ചിൽ 4.5 കോടി റേഞ്ചിൽ തന്നെ ഇന്നത്തെ ചിത്രത്തിൻ്റെ കളക്ഷൻ പ്രതീക്ഷിക്കാം. അങ്ങനെയെങ്കിൽ 90 കോടിക്ക് മുകളിൽ ഈ ചിത്രം ഇന്ന് കളക്ട് ചെയ്യും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം രാവിലെ തന്നെ ഞാൻ ഇട്ടിരുന്നു ഇന്ന് 90 കോടിയാണ് ഏകദേശം. അത് സത്യമായി കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. സിനിമ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ പറയും ഇന്ന് 90 കോടി എത്തും എന്നാണ് നമ്മൾ രാവിലത്തെ തംബ്നെയിൽ തന്നെ ഇട്ടിരുന്നത്. അത് ഏകദേശം 90 കോടി കഴിയും എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ ഈ ചിത്രത്തിൻ്റെ ശനിയാഴ്ച ദിവസത്തെ കളക്ഷൻ നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. അങ്ങനെ തുടരും എന്ന ചിത്രത്തിൻ്റെ വേൾഡ് വൈഡ് ആയിട്ടുള്ള കളക്ഷനും എല്ലാം പുറത്തു വന്നിട്ടുണ്ട്. അതുപ്രകാരം 86 കോടിയാണ് ഓവർസീസിൽ നിന്ന് ഈ ചിത്രം നേടിയിരിക്കുന്നത്. ഇന്നലെ വരെയുള്ള കാര്യമാണ്, ഇന്നത്തെ കാര്യമല്ല. ഇന്ത്യ ഗ്രോഫ് കാണിക്കുന്നത് 104 കോടിയാണ്. നമ്മളത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 104 കോടി ഇന്ന് നേടുമെന്ന്. കർണാടകത്തിൽ നിന്ന് 7 കോടി 1 ലക്ഷം രൂപയാണ് ഇത് കളക്ട് ചെയ്തിരിക്കുന്നത്. കർണാടകത്തിൽ 7 കോടി 1 ലക്ഷം രൂപ കളക്ട് ചെയ്യുമ്പോൾ ഏറ്റവും വലിയൊരു പ്രത്യേകത എമ്പുരാൻ അവിടെ ഒരു കളക്ഷൻ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അത് തുടരുമെന്ന ചിത്രം തുടരുന്നു എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം മലയാള സിനിമയ്ക്ക്, പ്രത്യേകിച്ച് ലാലേട്ടൻ സിനിമകൾക്ക് കർണാടകത്തിൽ നല്ലൊരു മാർക്കറ്റ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. ഇനിയും വരുന്ന ചിത്രങ്ങൾക്കെല്ലാം കർണാടകത്തിൽ നല്ലൊരു കളക്ഷൻ തന്നെ പ്രതീക്ഷിക്കാം. ആന്ധ്ര തെലങ്കാനയിൽ നിന്ന് 3 കോടി 9 ലക്ഷം, തമിഴ്നാട്ടിൽ നിന്ന് 3 കോടി 63 ലക്ഷം, കേരളത്തിൽ നിന്ന് 86 കോടി 50 ലക്ഷം, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 3 കോടി 77 ലക്ഷം. അങ്ങനെ 104 കോടിയാണ് ഇന്ത്യ ഗ്രോഫായിട്ട് നേടിയിരിക്കുന്നത്. അത് നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഒരു പക്ഷേ ഒരു 6 കോടി 4 കോടിക്ക് അടുത്തുള്ള കളക്ഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് 108 കോടിയിലേക്ക് ഇന്ത്യ ഗ്രോഫ് കളക്ഷൻ എത്തുന്നു. അതുപോലെ കേരളത്തിൽ നിന്ന് ഈ ചിത്രം ഇന്ന് 90 കോടിക്ക് മുകളിലുള്ള കളക്ഷനിൽ എത്തിച്ചേരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നാളത്തെ കളക്ഷൻ എങ്ങനെയുണ്ട് എന്ന് തന്നെ നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് ഇന്നലെ തുടരും എന്ന ചിത്രത്തിൻ്റെ തമിഴ് പതിപ്പ് റിലീഫായിട്ടുണ്ട്. മികച്ച കളക്ഷൻ തന്നെ നമ്മൾക്ക് പ്രതീക്ഷിച്ചാണ് തമിഴ് പതിപ്പ് റിലീഫ് ചെയ്തത്. ഒരു ഡീസൻറ്റ് കളക്ഷൻ തന്നെ ഇന്നലെ കിട്ടിയെന്ന് തന്നെ നമ്മൾ കരുതുന്നു. ഏകദേശം 32 ലക്ഷം രൂപയാണ് ഇന്നലെ തമിഴ് പതിപ്പിന് കിട്ടിയത്. അത് ഇന്ന് കൊണ്ട് ഒരു 70 ലക്ഷത്തിലേക്ക് എത്തും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. നാളെ കൊണ്ട് 1 കോടി ടച്ച് ചെയ്യും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്.
അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ ഇതിന് വളരെ മികച്ച അഭിപ്രായം നേടി മുന്നേറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. റിവ്യൂവർമാരായാലും യൂട്യൂബ് ചാനലുകളായാലും തുടരും എന്ന ചിത്രത്തിന് വളരെ പോസിറ്റീവായ അഭിപ്രായങ്ങളാണ് രേഖപ്പെടുത്തുന്നത്. അത് വരും ദിവസങ്ങളിൽ തുടരും എന്ന ചിത്രത്തിന് പോസിറ്റീവായിട്ട് മാറും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. ഇതിനിടയിൽ നാളെ ഞായറാഴ്ച ദിവസം ഈ ചിത്രം എത്ര കോടി നേടും എന്നുള്ളത് ഏകദേശം നമുക്കൊരു ധാരണ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇന്നത്തെ പ്രീസെയിൽ കളക്ഷൻ തന്നെ 2-2.5 കോടിക്കടുത്ത് എത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ പറ്റുന്നത്. അങ്ങനെയെങ്കിൽ ഈ ചിത്രം ശനിയാഴ്ചത്തെ അപേക്ഷിച്ച് ഉള്ള കളക്ഷൻ കൂടുതലായിരിക്കും കാണിക്കുന്നത്. ശനിയാഴ്ച 4 കോടി നേടുകയാണെങ്കിൽ ഞായറാഴ്ച നിശ്ചയമായിട്ടും 4.5 കോടിയിലേക്ക് എത്താൻ സാധ്യത കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ വേൾഡ് വൈഡായിട്ട് ഈ ചിത്രം നാളെ 200 കോടി കിടക്കുന്ന ചിത്രമായി മാറും. കേരളത്തിൽ നിന്ന് 95 കോടിയിലേക്ക് എത്തും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പം വേൾഡ് വൈഡായിട്ട് 200 കോടി നേടുമ്പോൾ ലാലേട്ടനെ സംബന്ധിച്ച് 2 ചിത്രങ്ങൾ 200 കോടി കിടക്കുന്ന ചിത്രങ്ങളായിട്ട് മാറും. ആകെ 3 ചിത്രങ്ങളേ ഉള്ളൂ. ഒന്ന് എമ്പുരാൻ, മറ്റു മഞ്ഞുമേൽ ബോയ്സ്, മറ്റൊന്ന് തുടരും എന്ന ചിത്രം നാളെ കൊണ്ട് 200 കോടി കിടക്കുന്നു. അങ്ങനെ ലാലേട്ടൻ പവർ എന്താണെന്ന് മലയാള സിനിമ തിരിച്ചറിയുന്ന കാലം കൂടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം തുടരും എന്ന ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ മറ്റ് ചിത്രങ്ങൾ എങ്ങനെ കളക്ട് ചെയ്യുന്നു എന്നുള്ളത് നമുക്കൊന്ന് നോക്കി കാണാം. പുതിയ ചിത്രങ്ങളിൽ പ്രിൻസ് ആൻഡ് ദ ഫാമിലി എന്ന് പറയുന്ന ദിലീപ് ചിത്രം തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. ചിത്രം വിജയിക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഇന്നലെ ഏകദേശം 1 കോടിക്ക് അടുത്ത് കളക്ഷൻ നേടിയ ചിത്രം ഇന്ന് 1 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ തന്നെയാണ് കേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഇന്നുകൊണ്ട് ഏകദേശം 2 കോടിക്ക് ചിത്രം 2 ദിവസം കൊണ്ട് 2 കോടി കളക്ഷൻ കടക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. വേൾഡ് വൈഡായിട്ട് ഇതൊരു പക്ഷേ ഒരു 3 കോടിക്ക് മുകളിലുള്ള കളക്ഷനും പ്രതീക്ഷിക്കുന്നുണ്ട് 2 ദിവസം കൊണ്ട്. എന്ന് പറയുന്ന ചിത്രം, ഫർക്കിറ്റ് എന്ന ചിത്രത്തെ വളരെയധികം പോസിറ്റീവ് റിവ്യൂ കിട്ടിയ ചിത്രമാണെങ്കിലും കളക്ഷൻ ഇത് കാണുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായ കാര്യം. ഏകദേശം 68 ലക്ഷം 2 ദിവസം കൊണ്ട് കളക്ട് ചെയ്ത ഈ ചിത്രം ഇന്നും ഏകദേശം ആ റേഞ്ചിൽ തന്നെയാണ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ചിത്രം 1 കോടിക്ക് മുകളിൽ 3 ദിവസം കൊണ്ട് കളക്ട് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഫർക്കിറ്റ് എന്ന ചിത്രത്തിനേക്കാളും കളക്ഷൻ കൂടി നിൽക്കുന്ന പടക്കളം എന്ന് പറഞ്ഞ സുരാജ് വെഞ്ഞാറമൂടിൻ്റെ ചിത്രമാണ്. അത് ഏകദേശം ഇന്നലെ കൊണ്ട് 70 ലക്ഷം ടച്ച് ചെയ്ത ഈ ചിത്രം 70 കോടി എന്നാണ് വരുന്നത്. 70 ലക്ഷം ടച്ച് ചെയ്ത ഈ ചിത്രം ഇന്നുകൊണ്ട് 1 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ നേടാനുള്ള സാധ്യതയാണ്. അപ്പം 2 ചിത്രങ്ങൾ 1 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ ഇന്ന് നേടും. 1 കോടിക്ക് മുകളിൽ എന്ന് പറയുന്ന ഒറ്റ ദിവസം കൊണ്ട് നേടുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. 3 ദിവസം കൊണ്ട് 1 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ നേടും എന്ന് തന്നെയാണ് പറഞ്ഞത്. അതുപോലെ പടക്കളത്തിൻ്റെ 24 മണിക്കൂർ കൊണ്ടുള്ള ടിക്കറ്റ് വിൽപ്പന എന്ന് പറയുന്നത് 18,100 ടിക്കറ്റ് 24 മണിക്കൂർ കൊണ്ട് വിറ്റ് പോകുന്നുണ്ട്. പ്രിൻസ് 1 മണിക്കൂർ കൊണ്ട് 2,060 ടിക്കറ്റ് വിൽക്കുന്നുണ്ട്. ഫർക്കിറ്റ് എന്ന് പറയുന്ന ചിത്രം 7,720 ടിക്കറ്റ് മാത്രമേ 24 മണിക്കൂർ കൊണ്ട് വിൽക്കുന്നുള്ളൂ. അപ്പോൾ 24 മണിക്കൂർ കൊണ്ട് ടിക്കറ്റ് വിൽക്കുന്ന 2 ചിത്രങ്ങൾ ഉള്ള കണക്കാണ് ഞാൻ പറഞ്ഞത്. അത് പടക്കളം എന്ന ചിത്രം 18,100 ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ സാമാന്യം നല്ല റേറ്റിംഗിൽ തന്നെ പോകുന്നു. അതുകൊണ്ട് ഫർക്കിറ്റ് എന്ന ചിത്രത്തിനേക്കാൾ മികച്ച കളക്ഷൻ ഇന്ന് പടക്കളം പ്രതീക്ഷിക്കുന്നുണ്ട്. ഫർക്കിറ്റിന് എനിക്ക് തോന്നുന്നു ഇന്നലത്തെ കളക്ഷനേക്കാൾ അല്പം കുറയാൻ സാധ്യതയില്ല. അതുപോലെ പ്രിൻസിനും മികച്ച കളക്ഷൻ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. 1 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ ഇന്ന് കിട്ടും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇതിലെല്ലാം നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും തുടരും എന്ന ചിത്രത്തിന് യാതൊരുവിധ മാറ്റമില്ല. ഇപ്പോഴും ഈ മണിക്കൂറിലും 8,000 ടിക്കറ്റ് വിറ്റ് പോകുന്നുണ്ട് ബുക്ക് മൈ ഷോയിലൂടെ എന്നാണ് അറിയാൻ പറ്റുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, എത്ര പുതിയ ചിത്രങ്ങൾ വന്നാലും തുടരും എന്ന ചിത്രത്തിൻ്റെ കളക്ഷൻ യാതൊരു കാരണവശാലും കുറയില്ല. തുടരും ഇങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും. അപ്പം തുടരും വിശേഷങ്ങൾ ഇവിടം കൊണ്ട് തീരുന്നില്ല. പുതിയ വിശേഷങ്ങളും വാർത്തകളുമൊക്കെ ആയിട്ട് വീണ്ടും ഞാനെത്താം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭരാത്രി. ഓക്കെ, ബൈ.